ഫത്താഹും താരും വിശുദ്ധം ചേരും വിറദാനം എന്നും തരുവനം പോരും ശുഭീർ മുന്തിരണ്ട് ഉവകമബിയുണ്ട് ഉടൻ മണ്ട കണ്ടീത്ത് താരും ഞാനുണ്ട് കണ്ടു പേര മന്നാരെ ബാക്കി സുറോറുണ്ട് വനമിതലിണ്ട് മഹമൂദാലിയെ ഉണർന്ന് എന്തൊക്കെ ഓഫർ പറഞ്ഞത് 10,000 പൊന്ന്, അതുപോലെ ദിർഹമുകൾ, പട്ടുവസ്ത്രം. ഈ സമയത്ത് ആരും തയ്യാറാകുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ ഖജാനത്തുൽ മിഫ്താഹും തരും, ഖജനാവിന്റെ താക്കോലങ്ങട് തരാ. അമ്പരചുംബികളായ 10 പടുകൂറ്റം കൊട്ടാരത്തിനകത്ത് തലപൊക്കി നിൽക്കുന്ന അലമാരകൾ, ഇഷ്ടംപോലെ മറ്റുള്ള സേഫുകൾ, പെട്ടികൾ, അതിന്റെ താക്കോല് കൂട്ടം ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് എറിഞ്ഞു തരാം. എന്നാലോ സുഭിക്ഷമായി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇഷ്ടംപോലെ കാശ് എടുക്കാം, ഇഷ്ടംപോലെ വരെ ജീവിതത്തിൽ ഉപയോഗിക്കാം, ആണെങ്കിൽ കക്കും ചെയ്യാം. പക്ഷേ ആരും തയ്യാറായില്ല. ആ സമയത്ത് രാജാവ് ഒന്നുകൂടെ പറഞ്ഞു, പീരിശക്തൻ ചേരും, എനിക്ക് അവരോട് പ്രത്യേക സ്നേഹം, ഒരു പ്രേമം, ഒരു ഹൊപ്പുണ്ടാവും. അവരെ ഞാൻ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആകും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ മോനോട് കസാലല്ലേ, എന്താ എഴുന്നേറ്റ് കിടന്നത്? രാജാവ് നോക്കുന്ന സമയത്ത് അങ്ങ് അകലെ ഒരു മനുഷ്യൻ ചാടികണ്ട് എഴുന്നേറ്റ്, ഞാൻ അതിനെ തയ്യാറാ എന്നും പറഞ്ഞിട്ട് ആ മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ടവരെ 2 കരകളിങ്ങനെ വീശി നെഞ്ചിങ്ങനെ ഒന്നി പിടിച്ച് രാജാവിന്റെ മുമ്പിൽ വന്നിട്ട് അവിടെ നിന്നു. ഞാനതിന് തയ്യാറാ. എടാ, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാ ഇത്രയും പറഞ്ഞത്. ആ വന്ന വ്യക്തിന്റെ പേരെന്താ? ഹജ്ജാജ് ബിൻ മുൻദിർ. ഹജ്ജാജ് ബിൻ മുൻദിർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇഷ്ടംപോലെ ആയുധങ്ങളുമായി പടവരുതാൻ കഴിവുള്ള ധീരൻ അദ്ദേഹം. ആ ഹജ്ജാജ് ബിൻ മുൻദിർ വന്നു നിന്നപ്പോ അഹങ്കാരത്തോടുകൂടെ, ഹിബ്രോടുകൂടെ രാജാവ് ചോദിച്ചു, പറയൂ നിന്റെ ആഗ്രഹം എന്താ? എടോ, ഇത്രയും കൂട്ടത്തൊന്നും നീയാണ് ചാടി പുറപ്പെടുന്നത്, നിന്റെ ഡിമാൻഡ് എന്താ? നിനക്ക് എന്താ വേണ്ടത്? ഡിമാൻഡ് ഒരു പീക്കിരി ചക്കനായ അടിയുടെ തലടുത്ത് കൊണ്ടുവരാൻ, മുഹമ്മദിന്റെ തലടുത്ത് കൊണ്ടുവരാൻ. എന്ത് ഡിമാൻഡ്? ഒരേ ഒരു കാര്യം മാത്രം. കുതിരാലയത്തിൽ നിന്ന് സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരൻ എനിക്ക് തരപ്പെടുത്തി തരണം. കുതിരാലയത്തിൽ നിന്ന് നല്ല റൈസിംഗ് ഉള്ള നല്ലൊരു വണ്ടി, നല്ലൊരു കുതിര. എന്തിനാ? അതിന്റെ സ്വഭാവം ഈ ചങ്ങായിക്ക് അറിയാം. അവിടെ ചെന്നിട്ട് അഥവാ പിടിക്കപ്പെടുകയാണെങ്കിൽ, പെട്ടെന്ന് തടി സലാമത്താകണമെങ്കിൽ 220 സ്പീഡിൽ പോണ വണ്ടി വേണം. അല്ലാണ്ട് 120 പോണ മാരുതി പോരാന്ന് മൂപ്പര് കാര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഹജ്ജാജ് പറഞ്ഞു, സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിര വേണം. കുതിരാലയത്തിൽ ഒരു കുതിരയെ തെരഞ്ഞെടുത്തു. വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന കുതിരയെ തെരഞ്ഞെടുത്ത് കുതിരപ്പുറത്തേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഹജ്ജാജ് മുൻദിർ എന്ന മനുഷ്യൻ രാജാവിനെ കെട്ടിപ്പിടിച്ചു. എന്തിനാ? തിരിച്ചു വന്നാൽ പറഞ്ഞത് കൊടുക്കണ്ടേ? അതിനെ ഞാൻ നേരത്തെ ഹജ്ജാജിനെ അന്വേഷിച്ചത്. തിരിച്ചു വന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ പറഞ്ഞത് കൊടുക്കണ്ടേ? സമയത്ത് കിബ്രോടുകൂടെ, അഹംഭാവത്തോടുകൂടെ ഈ രാജാവിന്റെ മുമ്പിൽ നിന്ന് കുതിരപ്പുറത്തേക്ക് രാജാവിന്റെ മുമ്പിൽ നിന്ന് കുതിരപ്പുറത്തേക്ക് കയറിയിരുന്ന് ആ കുതിര മന്ദം കുതിരനെ അങ്ങോട്ട് ഓടിക്കാൻ തുടങ്ങി. കുതിരനെ ഓടിക്കുക, കുതിരടക്ക് ചാടിന്റെ ഓടിക്കോട്ടെ. കുതിരനെ അങ്ങോട്ട് ഓടിക്കാൻ തുടങ്ങി. എന്നെ പ്രിയപ്പെട്ടവരെ, പൊടിവെള്ളത്തിൽ അമ്പലത്തിലേക്ക് കുതിര കുളമ്പടിക്കൽ മണൽത്തരികളോട് ചിന്നാരം പറഞ്ഞ് ഈത്തപ്പന മരങ്ങളെ വേക്കിലാക്കി കൊണ്ടിട്ട് കുതിരക്കിന്റെ ഓടിയ വളരെ കിബറോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 അക്ഷരത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ 3 അക്ഷരം ഏത്? കിബർ, ഹലാകുന്നാസ്, ജനങ്ങളുടെ നാശം. ഏത്? 3 കാര്യത്തിലാണ് നബിയുനാ റസൂലുള്ളാഹി. അതിൽ ഒന്നാണ് കിബർ, വൽ ഹസദ്, വൽ ഹിർസ്. ഖാല റസൂലുള്ളാഹി. അതിൽ ഒന്ന് കിബറ. എന്താ കിബർ എന്ന് പറഞ്ഞാൽ? ഞാൻ ആരാ?
എന്നെ വെല്ലാൻ പറ്റിയ ആരും പെടല്ല. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ. എന്റെ വീടാണ് ഏറ്റവും വലിയ വീട്. ഞാനാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാതികൻ. അങ്ങനത്തെ ഒരു ചിന്താഗതി നമുക്ക് വന്നു വരാതിരിക്കട്ടെ. അതാണ് ഉജ്ജുബ് പൊങ്ങിച്ചം, അതാണ് കിബർ. അണുമണി തൂക്കം ഈ പറയപ്പെട്ട സാധനം നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ? അവർക്ക് സുഖലോക സ്വർഗമില്ല, അവര് നരകത്തിലാ. സ്വലാത്ത് ചെല്ലട്ടോ, പുന്നാ റസൂലുള്ളാഹിന്റെ മാസാണ്. സ്വലാത്ത് ഇൽമിന്റെ വേദിക്ക് ഒരു അലങ്കാര. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ. ആ സ്വലാത്ത് ചെല്ലാതെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാതെ നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ ആരായിട്ടും കാര്യമില്ല, ഏത് വാപ്പായിട്ടും കാര്യമില്ല. പുന്നാര പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരൊന്നും വേണ്ട. ഞാൻ വലിയ ആളാ, ഇനിപ്പൊക്കെ റസൂലൊന്നും വേണ്ട, അള്ളൊന്നും വേണ്ട, ഒക്കെ ദുആ ചെയ്യും വേണ്ട, പള്ളിയും വേണ്ട, മദ്രസയും വേണ്ട, ഔലിയാക്കന്മാരും വേണ്ട, ആരും വേണ്ട. ഞാൻ തന്നെ ഇവിടുത്തെ ജുമ്മി വേണ്ടടാ വേണ്ട. മരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്റ്റാർട്ടിംഗ് ആ ജീവിതത്തിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് അനിവാര്യ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ കിബർ, ഈ കിബറിനോടുള്ള കാത്തിരക്ഷിക്കട്ടെ. കിബർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. കിബറന്മാർക്ക് തന്നെ ഞാൻ കിബർ നടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയില്ല. എങ്ങനെ? അഹങ്കാരം. ചില ആളുകൾ നമ്മൾ അവരെ തൂക്കും. എന്താ ഇവിടെ പറയുന്നത്? ചിലവരെ തൂക്കും, ചിലവര് ജാക്കിമ കയറ്റും, ചിലവര് പുളിച്ചമ കയറ്റും. ഏത് ഭാഷ എവിടെയെന്ന് അറിയില്ല. ഏതാങ്കട ഭാഷ ചാതിരത്തോട് 2-3 ഞാൻ പറഞ്ഞുതരാം. ഒപ്പര് ജാക്കിമ കയറ്റിയ കേരള സാധനം അറിയില്ല. ചിലവര് പുളിച്ചമ കയറ്റിയ പൊക്കിയാ കൂടെ പൊങ്ങും എന്നൊക്കെ പറയില്ലേ. ഇത് കിബറന്മാരെ സ്വഭാവം. നോക്ക് നിങ്ങൾ, ഇവര് ജനമധ്യത്തിൽ വഷളാകും. ലാസ്റ്റ് വഷളാകുകയുള്ളൂ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരു ഉദാഹരണം എക്സാമ്പിൾ പറഞ്ഞാല്, മോനെ എങ്ങോട്ടാ മൂത്രയിക്കാൻ? മോനെ നിനക്ക് വേണം മൂത്രയിക്കാൻ? നിനക്ക് വേണം. അവിടുന്ന് മൂത്രയിക്കരുതട്ടാ. മൂത്രയിക്കാണെങ്കിൽ പോയിക്കോളൂ. വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിബറന്മാരെ എവിടെ വഷളാകുള്ളൂ. പണ്ടൊരു ഉദാഹരണം പറഞ്ഞ ഞങ്ങളുടെ ഭാഗത്തൊരു സംഭവം. 2 സുഹൃത്തുക്കൾ, എന്താ പേര്? അബൂബക്കർ മുഹമ്മദ്, രണ്ടാളുടെ പേരാണ്. അതില് ആർക്കാ അബൂബക്കറിന് രോഗാണ്, അസുഖമായി കിടക്കുക. അന്നത്തെ കാലഘട്ടം വളരെ മോശം. ഉസ്താദിന്റെ നാട് ഷൊർണൂരിൽ നിന്ന് 33 കിലോമീറ്റർ തൃശ്ശൂരിലേക്ക്. ആ കാലഘട്ടത്തിൽ ചുരുങ്ങിയത് 2 മണിക്കൂർ വേണം. ഈ 33 മണിക്കൂർ വണ്ടി പോകണമെങ്കിൽ 2 മണിക്കൂർ വേണം. കാരണം എന്താ? അതിന് കാരണമുണ്ട്. റോഡ് ആ സൈസ് റോഡാ, നല്ല റോഡാ. ഒരു ബസ്സൊക്കെ ഓടുകയാണെങ്കിൽ ബസ്സിന്റെ ടയർ ഒരു കുഴിയിലേക്ക് ഇറങ്ങി ആ കുഴിയോട് നന്ദി പറഞ്ഞ് അടുത്ത കല്ലിനോട് സ്വാഗതം പറഞ്ഞിട്ടാണ്. അങ്ങനത്തെ റോഡാ ആ കാലഘട്ടത്തിൽ. ഇന്നങ്ങനല്ല, ഇന്നത്തെ ഭയങ്കര ഹൈവേ അല്ലേ. ഇന്ന് വെറും 40 മിനിറ്റോട് തൃശ്ശൂർ പിടിക്കാം ഉസ്താദിന്റെ വീട്ടിൽ നിന്ന്. അന്ന് 2 മണിക്കൂർ വേണം. അപ്പൊ നമ്മുടെ അബൂബക്കറിന്റെ രോഗമാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മുഹമ്മദ് ആണ് സുഹൃത്തായിട്ട് പോയത്. ചുരുക്കി പറയാം, അവിടെ ചെന്ന് ഡോക്ടറെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മുഹമ്മദ്. ഇയാളെ മുന്നേ ട്രീറ്റ്മെന്റ് ചെയ്ത വല്ല കടലാസുകൾ, വല്ല ഡോക്ടറെ വല്ല റിപ്പോർട്ടുകൾ, വല്ല എക്സ്റേ, അതല്ലെങ്കിൽ വല്ല ബ്ലഡ് ഒക്കെ പരിശോധിച്ച വല്ല കടലാസ് ഉണ്ടോ? ഉണ്ട് സാറ്. എവിടെ? ഇവിടെ ശ്രദ്ധിക്കട്ടോ, അവിടെ നോക്കണേ. ഉണ്ട് സാറ്. എവിടെ? വീട്ടിലാ. എവിടെ നിൽക്കുന്നത്? പെട്ടെന്ന് കെട്ടണം. ശരി സാർ. അപ്പൊ സാറേ വീട്ടിലേക്ക് പോകാൻ 2 മണിക്കൂർ വേണം. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ 2 മണിക്കൂർ വേണം. മൊത്തം 4 മണിക്കൂർ. പിന്നെ ഇത് അന്വേഷിച്ച് പിടിച്ചെടുക്കണല്ലോ. ചുരുങ്ങിയത് ഒരു 5 മണിക്കൂറാവും. വേഗം ചെല്ലടോ. ഡോക്ടർമാര് തിരക്കുള്ള ആളുകളല്ലേ. ഒരു 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് 5 വിചാരിച്ചിട്ട് പാവം നമ്മുടെ മുഹമ്മദ് നാട്ടിലേക്ക് പറന്നു വന്നു. അന്ന് ഞങ്ങളതിൽ പോകുന്നത് ആകെ ഒരു ബസ്സാണ്. ആ ബസ്സിന്റെ പേര് എനിക്ക് ഇന്നും ഓർമ്മയാണ്. കുളക്കാട്ട് കുരിശി. ആകെ ഒരു ബസ്സുള്ളൂ. പിന്നെ വേറെ വാഹനത്തിൽ ഓട്ടോറിക്ഷ ഇറങ്ങാത്ത കാലഘട്ട. അങ്ങനെ പാവം നമ്മുടെ മുഹമ്മദ് എന്ത് ചെയ്തു? ഈ പറയപ്പെട്ട സാധനങ്ങൾ എടുത്ത് റോഡിലേക്ക് ഇറങ്ങി. ബസ് വരേണ്ട നേരം ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് എവിടെ എത്തണം? തൃശ്ശൂർ ഹോസ്പിറ്റലിൽ എത്തും വേണം. ഈ സമയത്ത് ഒരു കാറ് വരുന്നു. അംബാസഡർ കൈ കാണിച്ചു നിർത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാളവണ്ടി വരുന്നു. പിന്നെ ഓടല്ലേ നല്ലത്. അതിന് കൈ കാണിക്കാൻ പോയില്ല. വളരെ ടെൻഷനോടുകൂടെ ഫിക്കറോടുകൂടെ പാവം നമ്മുടെ മുഹമ്മദ് റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പഴയ കാലഘട്ടത്തിൽ ഓത്തുവണ്ടിയിൽ പഠിച്ച അക്ഷരങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ പുള്ളി ഒരു കൈ കൊണ്ട് കയ്യിലേക്ക് ഇടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. അങ്ങനെ കുറെ നേരം നിന്നപ്പോഴാണ് ഞാൻ ഈ പറയപ്പെട്ട കൊളക്കാട്ട് കുറിച്ച് ബസ് ഇങ്ങനെ
കയറ്റൊക്കെ കയറി വരണ്ടേ, അജാതി റോഡല്ലേ. പാവം നമ്മുടെ മുഹമ്മദ് നോക്കുന്ന സമയത്തോ ഹൗസ് ഫുള്ളാ ബസ്സിനകത്ത്. ഡ്രൈവറെ സീറ്റിൽ ആളുണ്ട്, ഡ്രൈവറുണ്ട്. ആകെ ഒരു ബസ്സിലുള്ള തിരക്ക്, നല്ല തിരക്ക്. ബസ്സിന്റെ മുകളിൽ റഹ്മത്തിന് 2 മോള് കയറി കുത്തിരിക്കുന്നുണ്ട്. ബസ്സിനകത്ത് ഫുള്ളായിട്ട് ബറക്കത്ത് 2 ബാക്കിലൊക്കെ ഒളിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. ഇതാണ് ബസ്സിന്റെ അവസ്ഥ. ഈ രംഗം കണ്ടിട്ട് ബസ് ഇങ്ങനെ കയറി വരുമ്പോ നമ്മുടെ മുഹമ്മദ് തന്റെ ദയനീയത പ്രകടമാക്കുന്ന രൂപത്തിൽ റോഡിന്റെ സെന്ററിലേക്ക് കയറി കൈ കാണിച്ചു. പ്ലീസ് ഡ്രൈവർ, എനിക്ക് പ്ലീസ് ഡ്രൈവർ പ്ലീസ് എന്ന് പ്രിയപ്പെട്ടവരെ തന്റെ ദയനീയത പ്രകടമാക്കുന്ന രൂപത്തിൽ ബസ്സിന് കൈ കാണിച്ചു. ബസ് പാവം എന്റെ മാതിരി സാധു ഡ്രൈവർ ബ്രേക്ക് ചവിട്ടവേ ബാക്കിലൊന്ന് ബസ്സിലെ കാശ് പിരിക്കുന്ന ആളെ പേരെന്താ മക്കളെ? കണ്ടക്ടറിന്റെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു എന്ന് വിളിച്ചറിയിക്കുന്ന രൂപത്തിൽ ആ ബാഗ് വടകര വെച്ചത് കണ്ടക്ടർ ബാക്കിലെ ഡോറിന്റെ അവിടെ പിടിക്കാതെ നിൽക്കുന്നുണ്ട്. കയ്യും കെട്ടിയിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ചുറ്റുഭാഗത്ത് ആളുകൾ തൂങ്ങി നിൽക്കുകയാണ്. അപ്പൊ കണ്ടക്ടർ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് പാവം നമ്മുടെ മുഹമ്മദ് കൈ കാണിച്ചു. ബസ് ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി നിർത്താറായപ്പോ പെട്ടെന്ന് കണ്ടക്ടർ ബെല്ലം കൊണ്ട് അടിച്ചോടുന്നു. എന്താ അതിനർത്ഥം? പോട്ടെ 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 നിർത്തണ്ട അല്ലേ? ഇവിടെ പിസിലാണോ ബെല്ലാണോ? ബെല്ലല്ലേ? ആ, നിങ്ങൾക്കറിയും. പോട്ടെ പോട്ടെ നിർത്തണ്ടെന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടക്ടർ അല്ലേ, കിളിയല്ലേ, ബസ്സിലെ രാജാക്കന്മാര് പാവം. ചിലപ്പോ ഇവിടെ ഉണ്ടാവട്ടെ, എന്നോടൊന്നും കരുതരുതേ. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബസ് ഡ്രൈവർ അങ്ങോട്ട് എടുത്തതോടുകൂടെ മുഹമ്മദ് പെട്ടെന്ന് അങ്ങോട്ട് ചാടി. റോഡിന്റെ സൈഡിലേക്ക് ചാടിക്കൊണ്ട് ഈ ബെല്ലടിച്ച കണ്ടക്ടർ മുഖത്തേക്ക് ദയനീയെന്ന് ഒരു നോട്ടം നോക്കി. എന്റെ ആ സമയത്ത് കണ്ടക്ടർ കാണിച്ചെന്താ? എപ്പോഴും നോക്കിക്കോ, കണ്ടക്ടർ കാണിച്ചെന്താ? ദേഷ്യം വന്ന് മുഹമ്മദ് എന്തേ കാണിച്ചെന്ന് അങ്ങനെ അങ്ങോട്ട് കാണിച്ചു. കണ്ടക്ടർ ഇങ്ങനെ കാണിച്ചപ്പോ മുഹമ്മദ് കുറച്ച് ഓവറായി. കണ്ടക്ടർ കൊടുത്തു ഒരു ബെല്ല്. ആ ബാഗോട് കൂടെ കണ്ടക്ടർ വന്നിട്ട് മുഹമ്മദോട് ചോദിച്ചു, എന്തടോ എന്താ എന്തടോ എന്താ താനെന്തോ എന്നോട് ഇങ്ങനെ അടിച്ചത്? പിന്നെ നീ എന്താ എന്നോട് ഇങ്ങനെ അടിച്ചത്? ഞാൻ ബസ്സിനകത്ത സ്ഥലമില്ലാന്ന്, ഞാൻ ജടയിലൂടെ കയറിക്കോളാന്ന്. നീ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ട്? നാണം കെട്ട് വഷളായിട്ട് കണ്ടക്ടർ പാവം നമ്മുടെ മുഹമ്മദിന്റെ തോള് പിടിച്ചിട്ട് ബസ്സിൽ കയറ്റി കൊണ്ടുപോയി. ബസ്സിലുള്ള നൂറുകണക്കിന് ആളുകൾ കണ്ടിട്ട് നിൽക്കുക. കണ്ടക്ടർ ജാടത്തരം. അപ്പോഴാണ് ആകെ വഷളായി പോയി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇവന്മാരെവിടെയും വഷളാകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഒരു രോഗം ക്യാൻസർ ആക്കി അള്ളാഹ് നമുക്ക് തരാതിരിക്കട്ടെ. ഉണ്ടെങ്കിൽ അള്ളാഹു പ്രിയപ്പെട്ടവരെ നമ്മൾ എടുത്തു മാറ്റട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ വളരെ അഹങ്കാരത്തോടെ നമ്മുടെ രാജാവ് ഹജ്ജാജ് മുതൽ തന്റെ കുതിരപ്പത്തെ കയറിക്കൊണ്ട് ഓടി. അങ്ങനെ ഓടി എവിടെത്തി? പരിശുദ്ധമായ മദീന പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ സുബഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ നേതാവ് മഹാരഥന്മാരായ സ്വഹാബികൾക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് സായുജ്യമടയുവാൻ എമ്പാടും സ്വഹാബികൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് വദനത്തിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വഹാബികൾ ഇരിക്കുന്നത്. ഈ സമയത്ത് ഈ പള്ളി എങ്ങനത്തെ പള്ളിയാ? ഇതുപോലെ വാർപ്പിന്റെ ഭിത്തികളെല്ലാം ഈത്തപ്പന പോലെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട പള്ളി. എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കും എവിടുന്നും കയറാം. 1500 കൊല്ലം മുമ്പുള്ള പള്ളി. ആ പള്ളിയിലേക്ക് ഹജ്ജാജ് മുതൽ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വന്ന ആള്, റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വന്ന ആള് ആ പള്ളിക്കകത്തേക്ക് കയറി. ആരും അറിഞ്ഞില്ല. സുന്ദരമായിരിക്കുന്ന റസൂലുള്ളാഹിനെ തിളക്കമാർന്ന വദനത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സ്വഹാബികൾ കിട്ടിയ ചാൻസ് നഷ്ടപ്പെടുത്താതെ പ്രവാചകന്റെ വദനം ദർശിക്കുന്ന സ്വഹാബികൾ ആരുടെയും കണ്ണുപെടാതെ ഹജ്ജാജ് മെല്ലെ കയറി. ഉന്നാർ റസൂൽ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്ന തൂണിന്റെ മറുഭാഗത്ത് വന്ന് ഒളിഞ്ഞു നിന്നു. അങ്ങനെയല്ലേ പറയാ? അത് മറഞ്ഞു നിന്നു അല്ലേ? ഒളിഞ്ഞവിടെ നിന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ചെയ്തതാ വിഷത്തിലൂട്ടപ്പെട്ട ഒരു വജ്രത്തിന്റെ കഠാരം ഹജ്ജാജ് സൂക്ഷിച്ചിട്ടുണ്ട്. ആ കഠാരത്തിന്റെ പ്രത്യേകത എന്താ? ഒരു പോറിലെങ്ങാനും മനുഷ്യ ജീവിതത്തിൽപ്പെട്ടാൽ ഒരിക്കലും പ്രിയപ്പെട്ട മനുഷ്യൻ ജീവിക്കില്ല. മാരകമായ മുറിവ് പറ്റി വിഷാംശം കലർന്നു അവൻ നശിച്ചു പോകും. ഇതാണ് പ്രിയപ്പെട്ടവരെ ആ മാരകമായിരിക്കുന്ന കഠാരത്തിന്റെ ഒരു ഉപകരണമാണത്. ഏതായിരുന്നാലും ഈ കഠാരം എന്താ ചെയ്തത്? ഹജ്ജാജും എല്ലാം കൊണ്ട് ഊരെടുത്തു. അപ്പൊ ഇവിടെ നോക്ക് പ്രിയപ്പെട്ടവരെ,
എന്താ നമ്മൾ പറഞ്ഞത്? ഹജ്ജാസിന് മുമ്പ് ഒരു മഹാനായ പ്രവാചകനെ കുത്തിക്കീറാനുള്ള കട്ടാറം മേപ്പോട്ട് പൊക്കി. ഈ സമയത്ത് സ്വഹാബികളുടെ നോട്ടം റസൂലുള്ളാഹിന്റെ മുഖത്ത്. ആ കട്ടാരം വളരെ സ്പീഡിൽ പ്രവാചകന്റെ പിരടിൽ കുത്തിറക്കുവാൻ വേണ്ടിയോ ആ കട്ടാരം താഴോട്ട് കൊണ്ട് കൊണ്ടുവരാൻ ഭാവിക്കവേ പെട്ടെന്ന് മഹാനായ റസൂലുള്ളാഹി ഈ രംഗം കണ്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഈ രംഗം കണ്ടു. ഇവിടെ വന്നിരുന്നോളൂ, നമ്മുടെ പരിചയമുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ, ഇവിടെ വന്നിരുന്നോളൂ. മഹാനായ പ്രവാചകൻ പ്രിയപ്പെട്ടവരെ ഈ രംഗം കണ്ടു. എങ്ങനെ? അല്ലാഹുവിന്റെ റസൂലിന് മുമ്പോട്ടുള്ള കാഴ്ച ബേക്കിലോട്ടല്ല കൊടുത്തിട്ടുണ്ട്. മഹാനായ പ്രവാചകന്റെ വലത്തോട്ട് തിരിയണ്ട കാണുവാൻ, ഇടത്തോട്ട് തിരിഞ്ഞു നോക്കണ്ട കാണുവാൻ, ബേക്കിലേക്ക് തല തിരിക്കണ്ട കാണുവാൻ. മഹാനായ റസൂലുള്ളാഹി ശത്രു ബേക്കിൽ വന്നുകൊണ്ട് കട്ടാരം പൊക്കി താഴോട്ട് കൊണ്ടുവരുന്നതോടുകൂടെ പ്രാർത്ഥിച്ചു, കാത്തു റഹ്മാനേ. പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ടവരെ റഹ്മാനായ റബ്ബിനോട് വിളിച്ചു. ആ സമയത്ത് എന്താ സംഭവിച്ചത്? അവൻ ഹഞ്ചർ നിത്യം എന്നെ ജീറത്തിടും ചുണ്ട് നിനത്തോടൻ മണ്ടിടലായി, നിനത്തോടൻ മണ്ടിടലായി. ജഗത്തേറെ അഞ്ചലിനാൽ അവൻ ഹഞ്ചർ ബീളും വീടലായി, ഹഞ്ചർ ബീളും വീടലായി. നിത്യം എന്നെ ഈറത്തിടും ഉണ്ട് നിനത്തോടൻ മണ്ടിടലായി, നിനത്തോടൻ മണ്ടിടലായി. ബെഞ്ചക്കടുവാക്കൾ തഞ്ചം കനിന്താവൻ പിഞ്ചേര ഹരിബിലേ നേരനെ കിട്ടാമൽ വാരുവതാൽ നബിയാറമർ ഗൈദറിലേ ബഞ്ചി സുഗറാബി കഞ്ചേഗെ കാന്തേരെ പഞ്ചേന നീറോഷിയേ ഭയ്യെ മില്ലേ പീടി ചെയ്യുവാനറി മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിലേക്ക് ആ കത്തിങ്ങോട്ട് വരുമ്പോ അല്ലാഹുവിന്റെ കാവൽ അൽഹംദുലില്ലാഹ് പെട്ടെന്ന് ഹജ്ജാഷിന്റെ കയ്യങ്ങോട്ട് വിറച്ച് കൈ ലൂസായി കത്തി താഴെ വീണു. ഈ കത്തി താഴെ വീണതോടുകൂടെ ഹജ്ജാഷിന്റെ ആളുകൾ ശ്രദ്ധിച്ചു, സ്വഹാബികൾ ശ്രദ്ധിച്ചു. പെട്ടെന്ന് എന്നെ പിടിക്കപ്പെടും, എന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ഹജ്ജാഷ് തലടുക്കാൻ നിന്നില്ല. അനുസരണയുള്ള കുതിര പുറത്തുണ്ടല്ലോ, ആ കുതിര പുറത്തേക്ക് ചാടിക്കൊണ്ട് നോക്കൂ. ആ കുതിരപ്പുറത്തേക്ക് കയറി അങ്ങോട്ട് ഓടിക്കാൻ തുടങ്ങി. ഈ രംഗം കണ്ട സ്വഹാബികൾ ബേക്കിൽ പിന്തുടർന്നു. എണ്ണമറ്റ സ്വഹാബികൾ ബേക്കിൽ പിന്തുടർന്നെങ്കിലും സുഹൃത്തുക്കളെ അവനെ തൊടാൻ പറ്റിയില്ല. ആരാണ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പൊടിവള്ളങ്കൽ അമ്പലത്തിലേക്ക് ഉയരുന്നു എന്നല്ലാതെ ഇവന്റെ പേരെന്താ, എവിടുന്ന് വന്നവരാ, എന്താണ് ആഗമന ഉദ്ദേശം? അങ്ങനെ ഒരുപാട് കിലോമീറ്ററുകൾ ഓടി, ഒരുപാട് മൈലുകൾ ഓടി. അവസാനം സ്വഹാബത്തേക്ക് നാം തളർന്നുകൊണ്ട് തിരിച്ചു വരുന്നു. അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വന്നു പറഞ്ഞു, നബിയേ അവൻ ആരാണെന്നറിയില്ല, പേരെന്തെന്നറിയില്ല, ആരും നിയോഗിച്ചതാണെന്നറിയില്ല. ഓന്റെ സ്വഹാബികളെ അള്ളാന്റെ റസൂൽ പറഞ്ഞത്, ഓന്റെ സ്വഹാബികളെ അവൻ ചാരന, അവൻ ഒറ്റുകാരനാ, അവരെ നമുക്ക് കിട്ടണം. ഇത് കേട്ടപ്പോ സ്വഹാബികൾക്ക് നിരാശയായി. ആ സമയത്ത് അള്ളാന്റെ റസൂൽ പറഞ്ഞു, വിഷമിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്കല്ലാതെ അവരെ പിടിക്കാൻ കഴിയില്ല. നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ മഹാനായ അലി, തേനിനേക്കാൾ മധുരമുള്ള വാചകമായി തോന്നിയ മഹാനായ അലി തന്റെ ദുൽദുലിന്റെ കുതിരപ്പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് മഹാനായ അലി അല്ലാഹുവിന്റെ റസൂലിനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് സ്വഹാബത്തിന് സലാം പറഞ്ഞ മഹാനായ അലി ദുൽദുലിന്റെ കുതിരപ്പുറത്തേക്ക്
തന്റെ ഉറയിൽ ഉറങ്ങിക്കിടക്കുന്ന സന്തത സഹചാരി ആര്? ആളിന്റെ പേര് ആ ദുൽഫുഖാർ എന്ന വാള് മഹാനായ അലി ഊരിയും കൊണ്ട് വലിച്ചു ഊരിക്കുന്നു. ആ വാള് കൊണ്ട് വലിച്ചൂരി ദുൽദുൽ കുതിരന്റെ കാലിന്റെ തൊട്ട് കൊടുത്തു ഈ പെടം കൊണ്ട് കൊടുത്തോടുകൂടെ എന്റെ പ്രിയപ്പെട്ടവര് മഹാനായ അലിയും വഹിച്ചുകൊണ്ട് ആ കുതിര ഓടിയതെങ്ങനെ? എങ്ങനെ കുതിര ഓടിയത്? അങ്ങനെയല്ല. മുന്തിയോർ തഞ്ചകാതാരി അവരാണ് എഴുതുന്ന അമ്പ് പോലെ കുതിര ചോടലെ അവരാണ് എഴുതുന്ന അമ്പ് പോലെ മഹാനായ അലി ഹവയിലൂടെ നോക്കി നിൽക്കുന്ന കാണികൾക്ക് ആ പോകുന്ന ഒരു കുതിരയാണ് തിരിച്ചറിയില്ല. ഒരു സാധനത്തിന് ഉരുണ്ട് പോകുന്നത് പോലെ, ഒരു നിഴലിന് പോകുന്നത് പോലെ. എന്താ ദുൽദുൽ സ്പീഡ്? മഹാനായ അലിയാദിന് വന്നിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് നാടുകൾ, നഗരങ്ങൾ, മലകളോട്, തോടുകളോട്, കല്ലുകളോട്, മുള്ളുകളോട് മല്ലിട്ടുകൊണ്ട് പറഞ്ഞു കാണല്ല. കാണോ? നോക്കി നിങ്ങൾ ശ്രദ്ധിക്കണം. മഹാനായ അലി പോകുന്നപ്പോഴാണ് ഞങ്ങളുടെ സ്പീഡിൽ പറഞ്ഞു ഈ വീട്ടിൽ നിങ്ങൾ പറയണം മഹാനായ മഹാനകൾ പോകുന്നപ്പോഴാണ് ഹജ്ജാഷ് ഓടി പിന്നാലെ സ്വഹാബികൾ ഓടി. ഹജ്ജാഷ് വീണ്ടും മുന്നോട്ട്, സ്വഹാബികൾ പിന്നോട്ട് വന്ന് കംപ്ലൈന്റ് ചെയ്തിട്ട് അലി പോകുന്നത്. അപ്പൊ എത്രമാത്രം പ്രിയപ്പെട്ടവരെ അവിടെ ഇടന്നിട്ടുണ്ട്, എത്രമാത്രം സ്വയം വ്യത്യാസം വന്നിട്ടുണ്ട്. ആ അലിങ്ങനെ ഓടി കുന്നുകളും മലകളും മരങ്ങളൊക്കെ താണ്ടി അതാ പോകുന്നു ഹജ്ജാഷ്. മഹാനായ തന്റെ ദുൽദുൽ എന്ന കുതിരനെ ആട്ടിവിട്ടു. അനുസരണയുള്ള ദുൽദുൽ മക്ക കുതിരയാ. ആ മക്കി കുതിരക്കുള്ള പ്രത്യേകത എന്താ? യുദ്ധം പഠിച്ച കുതിരയാണത്, പഠിപ്പിച്ച കുതിരയാണത്. ശത്രുക്കളെങ്ങാനും വലതും ഇടതും ബേക്കിലും മുമ്പിൽ വന്നാൽ കടിച്ചു കീറുന്ന ദുൽദുൽ മുമ്പിൽ വന്ന ശത്രുവിന്റെ ചെസ്റ്റ് നോക്കിക്കൊണ്ട് തന്റെ കൈകൾ പൊക്കി ബിസ്മില്ലാഹ് അടിച്ചു തെറിപ്പിക്കുവാൻ കഴിവുള്ള കുതിരയാണ് കുതിര സബൽ, സയൽ, മൈമൂൻ, കുതിര ലർബ. കുതിര കുട്ടികൾക്ക് പേരുണ്ട്. നമ്മുടെ വീട്ടിലെ ആട്ടിൻകുട്ടികൾക്കൊക്കെ പേരിടാറുണ്ടോ? ചോന്നാട്, പുള്ളിയാട് എന്നതുപോലെ കുതിരകൾക്ക് പേരുണ്ട്. ആ കുതിരയിൽപ്പെട്ട എന്ന കുതിര, ആ കുതിര പ്രിയപ്പെട്ടവരെ മഹാനായിരിക്കുന്ന അരിയാത്തങ്ങളും ഇതാ അടുത്തെത്തി, ഹജ്ജാഷിന്റെ അടുത്തെത്തി. എന്തോ എന്റെ ബേക്കിൽ തന്നെ പിടിക്കാൻ പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ ഹജ്ജാഷ് തന്റെ കുതിരയെ അടിച്ചു വിട്ടു. പ്രാണം രക്ഷപ്പെടണമല്ലോ, അടിച്ചു വിട്ടുന്നല്ല, രണ്ട് കുതിരയും ഒപ്പത്തിനൊപ്പം. ദുൽദുൽ മുന്നടക്കുമ്പോ ഹജ്ജാഷ് മുന്നടക്കുന്നു. ദുൽദുൽ ഓമട്ടക്ക് കഴിയുമ്പോ ഹജ്ജാഷ് ഓമട്ടക്ക് കഴിയുന്നു. അങ്ങുമാലെങ്കി ബിലെങ്കിൽ ചൂരെങ്കി പുതുങ്കി മൂലുങ്കി നിന്നാ തുടി പട നായകരച്ചിനം ആയവനെ പിടിയായി ആദിത്തരിൽ മഹമുദർ സമൂഹത്ത് കബരമില്ലാണവായി മയൂരമായി നിന്നു നായനെ പോറ്റിയെ തുയെ പതിനബിയെ മത്തീരം വിട്ടാവെന്നു തീടലായി കരുണത്തര നിറയനയിൽ. മഹാനായ അരിയാത്തങ്ങളുടെ ദുൽദുൽ ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയത് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ ആ ഈ സമയത്തിൽ സീയം പോലെ ചെയ്യാൽ കായം കുറച്ചവൻ. മഹാനായ അരിയാത്തകളെ ലാസ്റ്റ് അടവ് എന്താ? ഒരൊറ്റ ശബ്ദമൊരുത്ത ഈ ശബ്ദം അങ്ങോട്ട് ഇട്ടതോടെ ആയ സമയത്തിൽ സീജം ഉരച്ചയാൽ കായം പിറച്ചവൻ താൻ. ആ പോകുന്ന നാടൊന്നാകെ കിടിലം കൊണ്ട് വിറച്ചു. ഹജ്ജാഷിന്റെ കുതിര മുഖം കുത്തി അങ്ങോട്ട് വീണു. ഹജ്ജാഷ് തെറിച്ചു വീഴവേ മഹാനായ എലിയാത്തങ്ങൾ ഹജ്ജാഷിനെ തൂക്കി അങ്ങോട്ട് പിടിച്ച് ദുൽദുലിന്റെ കുതിരപ്പുറത്തേക്ക് നേരെ പിടിച്ചങ്ങോട്ട് കടത്തി. ഈ കടത്തുന്ന സമയത്ത് ഇത് ജീവനുള്ള സാധനമാണല്ലോ, ഹജ്ജാഷ് എന്ന് പറഞ്ഞ സാധനം ജീവണ്ടല്ലോ. ഹജ്ജാഷ് ഒന്ന് പിണയാൻ നോക്കുമ്പോ മഹാനായ
നടക്കട കുരുത്തം കെട്ടവരെ ഒരച്ചടി കൊണ്ടുപോയി എവിടേക്ക് ഇലാ ഹദറത്ത് റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് അങ്ങോട്ട് എത്തിച്ചു. മഹാനായ തൂക്കി പിടിച്ചിട്ട് റസൂലിന്റെ മുമ്പിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, നബിയേ ഇവനാണ് അവൻ. സന്നദ്ധിയിൽ കിബറും മുജുബും എല്ലാം ഒരുങ്ങി മഹാനായ റസൂലിന്റെ മുമ്പിൽ പുലികൾക്ക് ഇടയിൽപ്പെട്ട ഒരു മാൻകിടാവിനെ പോലെ വിറച്ചുകൊണ്ട് ഹജ്ജാജ് വിളിക്കുന്നു, സത്യം മറ്റുമേ സൂത്താരിരും പാർത്തീരൂനി ബകദിനായി സഹിയ ഫത്തഹവൻ നീതിരും താരശാരേവി നിതാവനം നൂറയാ. എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, നബിയേ മാപ്പ് മാപ്പ് നബിയേ മാപ്പ്. എന്റെ ജീവപ്പങ്ങളുടെ കയ്യിലാ. ഈ നിൽക്കുന്നതൊക്കെ മലക്കുമോത്ത് അസ്രായേലികളാ. സ്വഹാബികളെ നോക്കിക്കൊണ്ടാ പറയുന്നത്, ശൂരനായ അലിയാത്തങ്ങളുടെ കണ്ണിന്റെ മുമ്പ്. അലിയാത്തങ്ങളുടെ കണ്ണിന്റെ പ്രത്യേകത എന്താ? സംഭവം ചെറിയ കണ്ണാ, പക്ഷേ ദേഷ്യം വന്നിട്ട് ആ കണ്ണൊന്നുരുട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. 250 ഗ്രീസ് ബാക്ക് കൂടെ അറിയാതെ അങ്ങനെ പോകും, വേറെ കുഴപ്പമൊന്നുമില്ല. ശത്രുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി, തുറച്ചുണ്ട്. ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മന്ത്രി ബാഹാന്റെ മുഖത്തേക്ക് ഒരൊറ്റ നോട്ടം അങ്ങോട്ട് നോക്കിയപ്പോ 250 ഗ്രീസ് ലൂസായിട്ട് ബാക്ക് കൂടെ അങ്ങനെ പോയി. അതാണ് അവരുടെ ധീരത, അതാണ് അവരുടെ ശൂരത. മഹാനായിരിക്കുന്ന അലിയാത്തകളെ പ്രിയപ്പെട്ടവർ അവിടെയുണ്ട്. ധീരനായിരിക്കുന്ന ഹജ്ജാജ് മുന്നിൽ പറഞ്ഞു, നബിയേ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം. ഞാൻ വന്നത് എവിടുന്ന, എന്റെ പേരെന്താ, ആരാ എന്നെ ഇങ്ങോട്ട് വിട്ടത്, സർവം ഞാൻ തുറന്ന് പറയാം നബിയേ, ഒക്കെ ഞാൻ പറഞ്ഞോളാം. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ആരാന്ന് പറയുന്നതിന് മുമ്പ്, എന്തിനു വേണ്ടി വന്നു എന്ന് പറയുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു തരണം. എനിക്കൊന്ന് ഇവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കണം. നിർഭയനായി അങ്ങയുടെ കൂടെ താമസിക്കണം. പുഞ്ചിരി തൂകിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹജ്ജാജ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുന്ദരമായ അതരങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ ചൊല്ലിക്കൊടുത്ത കലിമ അല്ലാഹുവിന്റെ റസൂലിനെ തലടുക്കുവാൻ വേണ്ടി വന്ന ഹജ്ജാജ് ഏറ്റു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിനെ തലടുക്കാൻ വേണ്ടി വന്ന ആള് ആരായി? സ്വഹാബിയായി. ഇനി ഈ ഹജ്ജാജ് നമ്മുടെ ശത്രുവല്ല. ഹജ്ജാജിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. യുവാക്കളെ എന്ത്? റളിയല്ലാഹു അൻഹു മഹാനായ ഹജ്ജാജ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് റസൂൽ ചോദിച്ചു, പറ എന്താ പേര്, എവിടുന്നാ വരുന്നത്, നാടെന്താണ്, ആരാ നിങ്ങളെ കൊണ്ട് പറഞ്ഞു വിട്ടത്? ഈ സമയത്ത് ഹജ്ജാജ് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ പാടി